പുന്നമടയിലെ ജലമാമാങ്കത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. 22 ചുണ്ടൻ വള്ളങ്ങളാണ് ഇക്കുറി നെഹ്റു ട്രോഫിയിൽ മാറ്റുരയ്ക്കുന്നത്. എന്തൊക്കെയാണ് ചുണ്ടൻ വള്ളത്തിന്റെ പ്രത്യേകതകൾ? ആ പ്രത്യേകതകൾ പറഞ്ഞു തരികയാണ് 3 പതിറ്റാണ്ടായി ഈ മേഖലയിലുള്ള ജോഷി കാവാലം. പുന്നമട ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് ജോഷി. ചുണ്ടൻവള്ളത്തെ പരിചയപ്പെടുത്തുമ്പോൾ ആദ്യം ഈ ചുണ്ടൻവള്ളത്തിൽ നിർമ്മിച്ചിരിക്കുന്ന തടി എന്താണെന്ന് മാന്യപ്രേക്ഷകർ അറിയണമല്ലോ. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലൊക്കെ നിൽക്കുന്ന ആഞ്ഞിലിത്തടിയാണ് നമ്മൾ വള്ളത്തിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ പോയി നിലമരം കണ്ട് വില പറഞ്ഞ് അത് വെട്ടിക്കൊണ്ടുവന്ന്, നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കൈവാൾ ആളുകളെ കൊണ്ട് തന്നെ അറുത്താണ് ഇത് ടേബിളിൽ കയറ്റി അറുത്താണ് ഇത് വള്ളം പണിയാൻ ഉപയോഗിച്ചെങ്കിൽ ഇപ്പോൾ അത് മറിച്ച് ഇപ്പോൾ വലിയ വലിയ മില്ലുകൾ ഒരു 80 അടി 100 അടി നീളത്തിലൊക്കെ വരെ തടി അറക്കാവുന്ന മില്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ കയറ്റി അറുത്ത് കൊണ്ടുവന്നിട്ട് ആഞ്ഞിലിത്തടി കൊണ്ട് പണിത് ഈ ചുണ്ടൻ വള്ളത്തിനെ ഇതിൻ്റെ ഘടന അനുസരിച്ച് 2-3 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അതിലൊന്ന് കൂമ്പുവശം, ഇതിൻ്റെ ഏറ്റവും മുൻവശത്തിൽ കൂമ്പെന്നാണ് പറയുന്നത്. അവിടെ ഈ കൂമ്പിൽ 7 തുഴക്കാരാണുള്ളത്. അവരുടെ പ്രത്യേകത, അവർക്ക് ഇടതുവശവും വലതുവശവും മറിച്ച് 2 സൈഡിലും തുഴയാൻ കഴിയും. ആ കൂമ്പ് കഴിഞ്ഞാൽ അടുത്ത വള്ളത്തിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് മുക്കണ്ണി എന്ന് പറയുന്നത്. ആ പദം വരാൻ തന്നെ കാര്യം, ഈ ഒറ്റത്തുഴക്കാർ കഴിഞ്ഞിട്ട് പിന്നെ 3 പേരിങ്ങനെ, ഒരാൾ മുന്നിൽ, അതിൻ്റെ ബാക്കിൽ ഒരാളായിട്ട് ഇങ്ങനെ 3 കണ്ണിയായിട്ടിരിക്കുന്നത് കൊണ്ടാണ് അതിനെ മുക്കണ്ണി എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഇടിത്തടി എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഇടിതാളക്കാർ നിന്ന് കൊടുക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ചുരുട്ട് വരുന്നത്. അപ്പോൾ ചുരുട്ടിന് മുന്നോട്ട് എന്നുള്ള പദമാണ് ഈ മുക്കണ്ണി കഴിഞ്ഞാലുള്ള ബാക്കിലേക്ക് വിട്ട സ്ഥലത്തിൻ്റെ പേര്. പിന്നെ പറയുന്നത് നമ്മൾ ഇടിത്തടി അല്ലെ പെട്ടിപ്പുറം എന്നൊക്കെ പറയും. അതിനുശേഷം നമ്മുടെ വള്ളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്യുന്നത് താണതട്ട് എന്ന് പറയുന്ന സ്ഥലമാണ്. ആ താണതട്ടെന്ന പദം വരാൻ നിൽക്കുന്ന കാര്യം, വള്ളത്തിൻ്റെ മൊത്തത്തിലെ തട്ടനുസരിച്ചിട്ട് താണു കിടക്കുന്ന, വെള്ളത്തോട് ഏറ്റവും താണു കിടക്കുന്ന ഒരു പ്രദേശമാണ് അവിടെയാണ് ഏറ്റവും കായികക്ഷമതയുള്ള കായിക താരങ്ങൾ ഇരിക്കേണ്ടത്. അവരുടെ തുഴയുടെ ബ്ലേഡ് മുഴുവനും വെള്ളത്തിൽ മുങ്ങും. അപ്പോൾ ഏറ്റവും കായികക്ഷമതയോടുകൂടെ തുഴയേണ്ട ആളുകൾ അവിടെയാണ് ഇരിക്കുന്നത്. അപ്പം അത് താണുതട്ട്. അതിനുശേഷം ബാക്കിലേക്ക് വരുമ്പോൾ ഏറ്റവും നീളമുള്ള തുഴയായിട്ടിരിക്കുന്നവർ ഷേപ്പ് അനുസരിച്ച് ബാക്കിലേക്ക് അമര ഉയരുമ്പം ആ ഭാഗത്തിരിക്കുന്ന ഒരു കൂട്ടിക്കുത്തിലിരിക്കുക എന്നാണ്. കൂട്ടിക്കുത്തെന്നാണ് പറയുന്നത്. അത് ആ പദം വരുന്നതും വള്ളത്തിൻ്റെ പലകകൾ, ഏരാവ്, മാതാവ്, തീരുവി പലക, ഈ 3 സൈസിലെ പലകകൾ വന്ന് ചേരുന്നൊരു ഇടം എന്ന തരത്തിലാണ് അതിനെ കൂട്ടിക്കുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രദേശത്തിരിക്കുന്ന നീളമുള്ള തുഴ, പണ്ട് നമ്മൾ നട്ടാശ്ശേരി തുഴ എന്നൊക്കെ ഉപയോഗിച്ചു, പിന്നെ മത്തിത്തുഴ എന്നൊക്കെ ആളുകൾ പറയും. നമുക്ക് നീളമുള്ള തുഴയാണ്. നമ്മൾ താണതട്ടിൽ ഉപയോഗിക്കുന്ന 50 ഇഞ്ചാണെങ്കിൽ അവിടേക്കൊക്കെ വരുമ്പോൾ ഒരു 58 ഇഞ്ച് നീളമുള്ള തുഴകളായിരിക്കും അവിടേക്കൊക്കെ ഉപയോഗിക്കുന്നത്. അതിനുശേഷമാണ് അമരം. അപ്പോൾ അമരത്തിലേക്ക് വരുമ്പം അമരം എന്ന് പറയുന്ന അവിടെ നിൽക്കുന്ന 5 വലിയ തുഴയുമായിട്ട് നിൽക്കുന്നത്, അതാണ് എൻ്റെ പിന്നിൽ കാണുന്ന ഇത്. അവർ പരിശീലനം കഴിഞ്ഞിട്ട് ഇവിടെ തൂക്കിയിട്ടിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ അമരപ്പങ്കായം ഉപയോഗിച്ച് നിൽക്കുന്ന 5 ആളുകളുണ്ട്. അവരാണ് ഇതിൻ്റെ സ്റ്റിയറിങ്, വള്ളം എങ്ങോട്ടാണ് പോകുന്നത്, ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ തന്നെ നോക്കുക എന്നുള്ളതും. 2, തുഴച്ചിൽക്കാരുടെ തുഴച്ചിലിനൊപ്പം തന്നെ ഈ അമരപ്പങ്കായം എടുത്ത് കുത്തി എറിയുക എന്ന ഉത്തരവാദിത്വം കൂടെ അവർക്കുണ്ട്. അപ്പം പിന്നെ അതിനോടനുബന്ധിച്ച് പിന്നെ സെൻട്രിൽ താളക്കാർ, റിതം മേക്കേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകളുണ്ട്. അപ്പം ഞങ്ങളൊക്കെ അത്തരത്തിലാണ്. അപ്പം വള്ളംകളി എന്ന് പറയുമ്പോൾ കലയും കായികവും കൂടെ ചേരുന്ന ഏറ്റവും വലിയ മത്സരം ലോകത്തെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ വള്ളംകളിയാണ്. ഇതിൽ കലയ്ക്ക് പ്രാധാന്യമുണ്ട്, കായികത്തിന് പ്രാധാന്യമുള്ളതിനോടൊപ്പം തന്നെ ഇതിന് സംഗീതമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ താളം അനുസരിച്ചാണ് നമ്മുടെ വള്ളം പോകുന്നത്. അപ്പോൾ ഈ വള്ളത്തിൽ ഇങ്ങനെ നിർമ്മിച്ച് ഇങ്ങനെ കായിക താരങ്ങൾ അണിനിരക്കുന്ന വള്ളത്തിൻ്റെ നടുക്കാണ് താളക്കാർ നിൽക്കുന്നത്. താളക്കാർ അവരുടെ താളം അനുസരിച്ച് ഇടിത്താളം വീഴുകയും ആ ഇടിത്താളത്തിനനുസരിച്ച് വള്ളം തുഴഞ്ഞ് മുന്നേറുകയും ചെയ്യും. മത്സരത്തിലേക്ക് എത്തുമ്പം അതിൻ്റെ ക്രമീകരണങ്ങൾ തീർത്തും വ്യത്യസ്തമായിരിക്കും. മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് വള്ളം സ്റ്റാർട്ട് എടുക്കാനായിട്ട് നല്ല 100% ഒരു ആരോഗ്യം കൊടുത്താണ് വള്ളം തുഴഞ്ഞ് വെളിയിൽ ഇറക്കുന്നത്. അതൊരു 3-10 എന്ന് പറയുന്നത്, അതായത് 30 പ്രാവശ്യം തുഴയും. 10 എണ്ണി, 3 10 എണ്ണി, അടുത്ത 10 സെക്കൻഡ് 10, മൂന്നാമത് 10, 3 10 എണ്ണി വലിച്ചു വെച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ യേശുവേ മാതാവേ, പിന്നെ സ്വാമി അയ്യപ്പ എന്ന് വിളിക്കുന്നുണ്ട്, വൈക്കത്തപ്പ പൊന്നച്ച എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ പല വള്ളത്തിലും പല താളമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ 2 മാത്രയുള്ള 1 2 എന്നുള്ള താളം തുടങ്ങി 3 മാത്രമുള്ള യേശുവേ മാതാവേ അല്ലെങ്കിൽ വൈക്കത്തപ്പ പൊന്നച്ച അതിൽ തുടങ്ങി അവസാനത്തെ ഒരു 45 സെക്കൻഡ് അല്ലെ 30 സെക്കൻഡിനകത്ത് എല്ലാ ആരവങ്ങളും എല്ലാ പവറും, അത് താളക്കാരുടെയും കൈമണിത്താളമുണ്ട്, അതിൻ്റെയും എല്ലാ ആരവത്തോടും കൂടി ഫിനിഷിംഗ് ടച്ചിലേക്ക് എത്തി ഫിനിഷിംഗ് പോയിൻ്റ് കടക്കുക. ഇതാണ്
വള്ളത്തിലെ മത്സരവും വള്ളത്തിൻ്റെ ആ ഒരു ഘടനയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുള്ളത്. ഒട്ടേറെ സവിശേഷതകളുള്ള ചുണ്ടൻ വള്ളങ്ങളിൽ കലയും കായികവും ഒരുമിച്ച് ചേരുമ്പോഴാണ് വിജയം കുറിക്കാനാകുക. വിജയപ്രതീക്ഷയിൽ എത്തുന്ന മുഴുവൻ വള്ളങ്ങൾക്കും വിജയാശംസകളോടെ ലേഷ് കാഞ്ഞികാവിനോടൊപ്പം ജോസി ബാബു, മീഡിയ 1 ആലപ്പുഴ.